ഒരു SUV എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? വലിയ ബോഡി, വലിയ എഞ്ചിൻ, വലിയ വീൽസ്. വലിയ റോഡ് പ്രസൻസ് വേണം. പക്ഷേ ഇല്ലാത്ത ഒരു ഇതൊന്നും ഇല്ലാത്ത തന്നെ ഒരു ചെറിയ SUV എങ്ങനെ ഇത്രയും ശ്രദ്ധ നേടുന്നു? ഇതാണ് ജിംനി, മാരുതി സുസുക്കി ജിംനി. കാണാൻ ചെറിയത്, പക്ഷേ അതിൻ്റെ കേപ്പബിലിറ്റി നോക്കിയാൽ ചെറിയ പാക്കറ്റിൽ വലിയ ഓഫ് റോഡ് കഴിവ്. ഇതൊരു സാധാരണ കോമ്പാക്റ്റ് SUV ആണോ, അതോ ശരിയായ ഒരു ഹാർഡ് കോർ 4x4 ആണോ? സിറ്റിയിൽ ഇത് എങ്ങനെ, ഹൈവേയിൽ എങ്ങനെ, ഫാമിലി യൂസിന് പറ്റുമോ, ഓഫ് റോഡിൽ എത്ര കേപ്പബിൾ ആണ്? അതിനേക്കാൾ പ്രധാനമായി ജിംനി വാങ്ങാൻ പണം മുടക്കുന്നത് ശരിക്കും വെർത്താണോ? ഇന്ന് നമുക്ക് ജിംനിയുടെ ഡിസൈൻ മുതൽ എഞ്ചിൻ വരെ, ഇൻറ്റീരിയർ മുതൽ 4x4 സിസ്റ്റം വരെ, സേഫ്റ്റി മുതൽ പ്രാക്ടിക്കാലിറ്റി വരെ ഓരോ കാര്യവും വിശദമായി പരിശോധിക്കാം. പക്ഷേ അത് തുടങ്ങുന്ന മുമ്പ് ഈ ജിംനി ഞാൻ മേടിച്ചത് പറയാം. കാരണം അത് നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ ഞാൻ ജിംനി മേടിക്കാൻ പോകുന്നത് ഒരു ഡിസിഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്നെ ഇതിന് വിളിച്ചായിരുന്നു, ഇതിൻ്റെ ലോഞ്ചിങ് ടൈമിന് നെക്സേന്ന് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിന് എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിൻ്റെ സംബന്ധമായിട്ട് അറിയാനുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അതിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ചാനലിൽ ഉള്ളവരൊക്കെ വന്നായിരുന്നു. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുക്കാൻ തീരുമാനമാക്കിയില്ല. കാരണം വണ്ടി ഇത് വെച്ച് നോക്കിയപ്പോൾ വിലയാണ് മെയിൻ നമുക്കൊരു പ്രശ്നമായത്. പിന്നെ വണ്ടിയുടെ സൈസ് ഒരു വിഷയമായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഒരു ചെറിയ വണ്ടിയായിരുന്നു. അപ്പോൾ 4 പേർക്ക് ഇരിക്കാനുള്ള വണ്ടി എനിക്ക് ധാരാളമാണ്. നമ്മൾ ഇവിടെ എല്ലാവരും അത്രയും സൈസുള്ള ആൾക്കാരല്ല, വളരെ ചെറുതാണ് എല്ലാവരും. വലിയ പൊക്കവും അല്ലെങ്കിൽ അത്രയും സൈസുള്ള ആളല്ലാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം 5 പേരെയൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ 5 പേരൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. പക്ഷെ വലിയ സൈസുള്ളവർക്കുള്ള വണ്ടിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ. പിന്നെ റേറ്റ് അന്ന് 18 ലക്ഷം രൂപയാണ് ഇവർ ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഓൺ റോഡ് ഒരു ശകലം കൂടെ റേറ്റ് അത് ഓൺ റോഡ് ആയിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം നമ്മളത് ഡ്രോപ്പ് ചെയ്ത് കാരണം അത്രയും എമൗണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ജിംനിയും ഡ്രോപ്പ് ചെയ്ത്, താറും റോക്സും ഡ്രോപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഗ്രാൻഡ് വിറ്റാര വരുമോ എന്ന് പ്രതീക്ഷിച്ച് നിന്നായിരുന്നു. ഉടൻ തന്നെ 2-3 മാസത്തിന് ലോഞ്ചിങ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് ഡിലേ ആയിപ്പോയി. പിന്നെ ഗ്രാൻഡ് വിറ്റാരയായിരുന്നു നെക്സ്റ്റ്, ഹൈ റൈഡറായിരുന്നു ഒന്ന്. അപ്പോൾ അതും ഒരു ഏകദേശം നമ്മളെ ബഡ്ജറ്റിൽ അടുപ്പിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കാനുള്ള ഇതായിരുന്നു. പക്ഷേ ഫുൾ ഓപ്ഷനിൽ സ്ട്രോങ് ഹൈബ്രിഡാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് അത് നല്ല വണ്ടിയാണ്, നല്ല ഫാമിലി വണ്ടിയാണ്. സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ അതും നല്ല ഒരു വണ്ടിയായിരുന്നു. പക്ഷേ അത് ഒരു ഏകദേശം ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓൺ റോഡ് അത് 23.5 വരെയൊക്കെ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 1 lakhും കൂടെ ഇയർ ബാക്ക് വണ്ടി എന്ന് വെച്ചാൽ സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷത്തെ വണ്ടി ഉണ്ടെങ്കിൽ 1 lakhും കൂടെ അത് വരുമായിരുന്നു. അപ്പോൾ അതും ഒരു പ്ലാനിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് സാരഥി മോട്ടോഴ്സിൻ്റെ ഒരു പരസ്യത്തിൽ, ആക്ച്വലി സാരഥി മോട്ടോഴ്സ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഒരു സെയിൽസിന് ഒരു വണ്ടി മാർക്കറ്റ് പ്ലേസിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ അതിൻ്റെ റേറ്റ് ഒരു 12-13 എങ്ങാണ്ടാണ് കിടന്നത്. 13 സംതിങ് ആണ് കിടന്നത്. 13 എത്ര എങ്ങാണ്ട് കിടന്നു. അപ്പം ഞാൻ അതിന് കോൾ ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു സാരഥിയുടെ ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ എക്സിക്യൂട്ടീവ് ഇങ്ങോട്ടേക്ക് പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇയർ ബാക്ക് വണ്ടി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് ഇയർ ബാക്ക് വണ്ടിയിലേക്ക് അധികം ഫോക്കസ് ചെയ്താണ് പോയത്. ഒരു സെക്കൻഡ് ഹാൻഡ്, കാരണം ഞാൻ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിനെ പറയാൻ വിട്ടുപോയി. ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്, ഒന്ന് ഗ്രാൻഡ് വിറ്റാര ചെയ്ത്, താർ റോക്സ് ചെയ്ത്, ജിംനിയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് 3 വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൽ 3-ൽ അതേപോലെ ഹൈ റൈഡറും ഗ്രാൻഡ് വിറ്റാരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
ഓട്ടിക്കപ്പോഴത്തേക്ക് ഏകദേശം അത് ഒരു സെയിം ഇത് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ 3 വണ്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തന്നെയാണ് എടുക്കാനുള്ള പ്ലാൻ. അപ്പോൾ താർ റോക്സ് ഓൾറെഡി ഞാൻ മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാൻഡ് വിറ്റാര, സുസുക്കി ജിംനിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിൻ്റെ ഇടയിൽ കിയയുടെ സൈറോസ് ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു മൈൻഡിൽ, എൻ്റെ മനസ്സിൽ എനിക്ക് പിടിച്ച വണ്ടി ജിംനി തന്നെ ആയിരുന്നു ആദ്യമേ തന്നെ. കാരണം ഇത് ഓട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയായിരുന്നു. എനിക്ക് നോർമലി ഓട്ടിക്കണ വണ്ടിയുടെ ഒരു ഫീലല്ല ഈ ജിമിനി ഓട്ടിക്കപ്പോൾ നമുക്ക് കിട്ടുന്നത്. ജിമിനി ഓട്ടിക്കപ്പോഴത്തേക്ക് നമ്മൾ അതിന് ഒന്ന് നമുക്ക് പാഷൻ ആയിരിക്കണം ഓഫ് റോഡിങ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ റൈഡിങ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ജിംനിയുടെ റൈഡ് ക്വാളിറ്റി എനിക്ക് ഗ്രാൻഡ് വിറ്റാരയും ഓക്കെയാണ്. അപ്പോൾ ഈ 2 വണ്ടിയിൽ നിന്നുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു എനിക്ക്. ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ. ഓവറായിട്ട് വണ്ടികൾ നോക്കുമ്പോൾ ഇതാവും. അപ്പോൾ ഒന്ന് നോക്കിയത് എനിക്ക് റിലയബിലിറ്റിയാണ്. പിന്നെ മറ്റൊന്ന് സർവീസ്, പിന്നെ എൻ്റെ പാർട്സ് കിട്ടാൻ എളുപ്പമാണ്, പെട്ടെന്ന് ഈസിലി റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ചിലവ് കുറഞ്ഞാണ് മെയിൻ്റനൻസ് വരുന്നത്. വലിയ മെയിൻ്റനൻസ് ആണ്. എൻ്റെ ഓൾറെഡി ഒരു മാരുതി ആൾട്ടോ 800 നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം അതിൻ്റെ സർവീസും കാര്യങ്ങളും, സുസുക്കിയുടെ, മാരുതിയുടെ. പിന്നെ സാരഥി മോട്ടോഴ്സ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ അവരെ സർവീസും കാര്യം വളരെ നല്ലതാണ്. എനിക്കങ്ങനെ കംപ്ലൈൻറ്റ് പറയത്തക്ക ഒന്നും അവരെ ഏജൻസിയിലെ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞാൻ എന്തുകൊണ്ട് ജിമിനി മേടിച്ചത് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മേടിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസിൻ്റെ ഒരു ബുദ്ധിമുട്ട്, 18 ലക്ഷത്തിനോ 16 ലക്ഷത്തിനോ വണ്ടി ഇല്ല എന്നുള്ള ഒരു തോന്നലും, പിന്നെ ഇതൊക്കെയായിരുന്നു പ്രധാന റീസൺ. വണ്ടി അങ്ങനെ കുഴപ്പമുള്ള ഒരു വണ്ടിയല്ല. വണ്ടി ഒത്തിരി നല്ല സ്ട്രോങ് ബിൽഡ് വണ്ടിയാണ്. നോർമൽ ഒരു മാരുതി വണ്ടിയുടെ പോലെ അല്ല. ഒരു റഫ് യൂസ് ചെയ്താലും അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ ഒരു വണ്ടിയുടെ പോലെയല്ല ബിൽഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ കൈ ഇരിക്കുന്നുണ്ട്, എനിക്കത് ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിൻ ഇതിൻ്റെ എനിക്ക് റൈഡ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എവിടെ വേണമെങ്കിലും മോശം റോഡായാലും എവിടെ വേണമെങ്കിലും ഇത് കയറിപ്പോകും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം, ജിംനിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ജിംനിയുടെ ഒരു ലുക്ക് തന്നെ ഒരു ഡിഫറെൻ്റ് ലുക്കാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ആദ്യമായി ജിംനി കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇത് മറ്റുള്ളൊരു SUV പോലെ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബോക്സി ഷേപ്പാണ്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയ ഒരു റൂഫ് ലൈനാണ് വരുന്നത്, വെർട്ടിക്കൽ സൈഡ്സ് ആണ് വരുന്നത്, അതേപോലെ ഷോർട്ട് ഫ്രണ്ട് ആൻഡ് റിയർ ഓവർ ഹാങ്സ് ആണ് വരുന്നത്, അതുപോലെ ഫ്ലാറ്റ് ബോണറ്റ്സ് ആണ് വരുന്നത്, റൗണ്ട് ഹെഡ് ലാമ്പ്, വെർട്ടിക്കൽ ഗ്രിൽസ് വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ജിംനിയുടെ ഒരു ഐക്കോണിക് അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഫാഷനബിൾ ക്രോസ് ഓവർ അല്ല, ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ട്രഡീഷണൽ SUV ഡിസൈൻ ഫിലോസഫിയെ പിന്തുടർന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഫ്രണ്ട് ഡിസൈൻ തന്നെ ക്ലാസിക്കും പ്ലസ് ഒരു മോഡേൺ ടച്ചാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പണ്ട് ജിപ്സിയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു പുതിയ വെർഷനാണ് ജിപ്സിയുടെ തന്നെ. അപ്പോൾ ജിംനിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും റെക്കഗ്നൈസബിൾ പാർട്ട്. ഇവിടെ നോക്കുന്നത് ഇവിടെ കാണുന്ന നമുക്ക് റൗണ്ട് ഹെഡ് ലാമ്പ് ഡിസൈൻ ഉണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ഹൗസിങ് വരുന്നുണ്ട്, അതിനൊപ്പം ഒരു വെർട്ടിക്കൽ ഗ്രിൽസ് വരുന്നുണ്ട്. ഇത് ജിംനിയുടെ ക്ലാസിക്കൽ ക്യാരക്ടറിനെ നിലനിർത്തിക്കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്യുക. ബോണറ്റ് ഡിസൈൻ നോക്കിയാലും വളരെ സിമ്പിളാണ്, അധികം അൺനെസസറി ഫങ്ഷൻ ഒന്നുമില്ല. ഇതൊരു ഫങ്ഷൻ ഫസ്റ്റ് ഡിസൈൻ ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ലുക്സ് ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫങ്ഷണൽ എന്ന് വിശേഷിപ്പിക്കാം. അത് തന്നെയാണ് ജിംനിയുടെ ഡിസൈൻ ഫിലോസഫി. അപ്പോൾ ഇനി ഹെഡ് ലാമ്പ്സും അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ജിംനിയുടെ ലൈറ്റിംഗ് സെറ്റപ്പിൽ മോഡേൺ ടച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ലൈറ്റിംഗ് എലമെൻറ്റ്സ് വാഹനത്തിൻ്റെ റെട്രോ ക്യാരക്ടറിനെയും മോഡേൺ അപ്പിയറൻസിനെ ഒരു ബാലൻസ് ആയിട്ടാണ് അവർ നൽകിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഡ്രൈവിൽ വിസിബിലിറ്റി പ്രധാനമാണ്, അതുകൊണ്ട് നൈറ്റ് ഡ്രൈവും കാണിക്കാം നമ്മൾ. അതുകൊണ്ട് ലൈറ്റിംഗ് പെർഫോമൻസ് കൂടി പരിശോധിക്കേണ്ടതാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഹെഡ് ലാമ്പ്സിൻ്റെ വിസിബിലിറ്റി, സ്റ്റൈലിംഗ്, മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം നിങ്ങൾക്ക് കാണപ്പോൾ മനസ്സിലാവും. അപ്പോൾ പിന്നെ ഫ്രണ്ട് പ്രൊട്ടക്ഷനും ബമ്പറും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജിംനിയുടെ ബമ്പർ ഡിസൈൻ വളരെ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഓഫ് റോഡ് വെഹിക്കിളിൽ ബമ്പർ ഡിസൈൻ വെറും സ്റ്റൈലിങ്ങിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. കാരണം ഫ്രണ്ട് ഓവർ ഹാങ് കുറയ്ക്കുന്നത് അപ്രോച്ച് ആംഗിൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അതിനാൽ ഈ സ്റ്റീപ്പ് ട്രെയിനിൽ കയറുമ്പോൾ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഭാഗം ഗ്രൗണ്ടിൽ ഇടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജിംനിയുടെ ഡിസൈനിൽ എഞ്ചിനീയറിനും സ്റ്റൈലിങ്ങും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ കോമ്പാക്റ്റ് ഡൈമെൻഷനും ജിംനിയുടെ ഒരു സീക്രട്ട് വെപ്പണാണ്. അപ്പോൾ ജിംനി ഒരു നെക്സ്റ്റ് ലാർജ് SUV അല്ല. ഇപ്പോൾ ജിംനിയുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് എന്ന് പറയാം, കോമ്പാക്ട് ഡിസൈനാണ്. വലിയ SUVയേക്കാൾ പോകുന്ന ഒരു നാരോ റോട്ടിൽ കൂടെ കയറിപ്പോവും, വില്ലേജ് റോട്ടിൽ കൂടെ കയറിപ്പോവും, ഫോറസ്റ്റിൽ ഉപയോഗിക്കാം, ടൈറ്റ് പാർക്കിംഗ് സ്പേസിൽ ഇത് അഡ്വാൻറ്റേജ് ആണ്. ഇവിടെയൊക്കെ ജിംനിയുടെ കോമ്പാക്ട് സൈസാണ് വലിയ അഡ്വാൻറ്റേജ് തരുന്നത്. നമുക്ക് ഒരു വലിയ SUVക്ക് ടേണിംഗ് സ്പേസ് ആവശ്യമുള്ള സ്ഥലത്ത് ജിംനി എളുപ്പത്തിൽ മാനുവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനാൽ സ്മോൾ സൈസ് ഈസ് നോട്ട് എ നെസസറിലി എ വീക്ക്നെസ്. ജിംനിയുടെ കേസിൽ അത് ഒരു എന്ന് വെച്ചാൽ ഒരു ഫീച്ചർ തന്നെയാണ് അവർ അതിൽ കാണിച്ചു തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കേസാണ്. കുറച്ച് സ്പേസ് മതി ഇത് പാർക്കിങ്ങിന് എടുത്തുകൊണ്ട് പോകാനും. അപ്പോൾ വീൽസ് ആൻഡ് ടയേഴ്സ്, ഇനി നമുക്ക് വീൽസിനെ കുറിച്ച് നോക്കാം. അപ്പം വണ്ടിയുടെ 4x4 വീലിൻ്റെ ടയർ വളരെ പ്രധാനമാണ് ഏത് വണ്ടിയിലും. കാരണം എൻജിൻ പവർ മാത്രം കൊണ്ട് ഓഫ് റോഡ് വെഹിക്കിൾ കേപ്പബിൾ ആകില്ല. ടയർ ഗ്രിപ്പ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, സസ്പെൻഷൻ ആർട്ടിക്കുലേഷൻ, 4x4 സിസ്റ്റം ഇവയെല്ലാം ചേരുന്നതാണ് ഓഫ് റോഡ് പെർഫോമൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജിമിനിയുടെ വീലും പിന്നെ ടയർ സെറ്റപ്പ് അതിൻ്റെ കോമ്പാക്റ്റ് ബോഡിയുമായി നല്ല ബാലൻസ് നൽകുന്നുണ്ട്. അത് നമുക്ക് ഓട്ടിക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ ഓഫ് റോഡിങ് ഡ്രൈവിങ്ങിൽ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ചാൽ കല്ലുകൾ, കുഴികൾ, അൺഈവൻ ടെറൈനിലും ഈ വണ്ടി കയറിപ്പോൾ വെഹിക്കിളിന് അണ്ടർ ബോഡി ഗ്രൗണ്ടിൽ തട്ടരുത്. അപ്പോൾ ജിമിനിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൻ്റെ ഓഫ് റോഡ് ക്യാരക്ടറിൻ്റെ പ്രധാന ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രം നോക്കി ഒരു വെഹിക്കിളിനെ ഓഫ് റോഡർ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഇതിൻ്റെ കൂടാതെ അപ്രോച്ച് ആംഗിൾ നോക്കണം, ഡിപ്പാർച്ചർ ആംഗിൾ നോക്കണം, ബ്രേക്ക് ഓവർ ആംഗിൾ നോക്കണം, വീൽ ആർട്ടിക്കുലേഷൻ നോക്കണം, പിന്നെ അതേ കൂടാതെ തന്നെ 4x4 സിസ്റ്റം കൂടെ നോക്കണം. എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓഫ് റോഡിങ് വെഹിക്കിളിൽ. അപ്പോൾ പിന്നെ 5 ഡോറും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു സപ്പോർട്ടാണ് ഈ വണ്ടിയിൽ. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു വണ്ടി ഇവിടെയായിരുന്നു 5 ഡോർ വണ്ടി ഇറക്കിയത്. അപ്പോൾ മുമ്പത്തെ ട്രഡീഷനിൽ 3 ഡോർ ജിംനിയേക്കാൾ ഫാമിലി യൂസിന് 5 ഡോർ വേർഷൻ കൂടുതൽ പ്രാക്ടിക്കൽ ആണ് തോന്നിയുകൊണ്ട് അവരത് ഇറക്കിയതാണ്. റിയർ പാസഞ്ചറിന് കയറാനും ഇറങ്ങാനും അത് എളുപ്പമാക്കി. ചൈൽഡ് സീറ്റ് ഉപയോഗിക്കുന്നവർക്ക് പോലും ആക്സസ് കൂടുതൽ കൺവീനിയൻ്റ് ആണ്. എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ജിംനിയുടെ പ്യുവർ വീക്കെൻഡ് ഒരു വെഹിക്കിളാണ്. യൂസ്ഫുൾ എവറിഡേ ലൈഫ് സ്റ്റൈൽ SUV ആയി ആണ് ഇരിക്കുന്നത്. അപ്പോൾ റിയർ സീറ്റിൽ നമ്മൾ ലെഗ് റൂമും ഹെഡ് റൂമും അത്യാവശ്യത്തിന് ഉണ്ട്. അങ്ങനെ ഓവറായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റാനില്ല. കാരണം എക്സ്പെക്ടേഷൻ റിയലുമായിട്ട് വ്യത്യാസമുണ്ട്. ലാർജ് ഫാമിലി SUV അല്ല ഇത്, പക്ഷേ കോമ്പാക്ട് SUV സെഗ്മെന്റിന് അനുയോജ്യമായ രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് റിയർ സീറ്റിന് ആക്കിയിട്ടുണ്ട്. ഹെഡ് റൂം നല്ലതാണ്, സീറ്റ് പൊസിഷൻ കംഫർട്ടബിൾ ആണ്. പക്ഷേ മുന്നിൽ അഡൾട്ട് വരെ ദീർഘകാല ദൂരത്തിന് ഇത് കുറവായി തോന്നുന്നത്. ദൂരയാത്രയ്ക്ക് അഡൾട്ട്സിന് പാടാണത് ഇരിക്കാൻ. ലാർജ് ഫാമിലിക്ക് ഇത് ഈസ് നോട്ട് ഇറ്റ്സ് എ സ്ട്രോങ്ങസ്റ്റ് വൈൻ. ഇപ്പോൾ ഒരു ഫാമിലി നോക്കുമ്പോൾ അവർക്ക് ഇത് നല്ല ഒരു വണ്ടിയായിട്ട് തോന്നത്തില്ല ഇതിന്. ഇനി ബൂട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ജിമിനിയുടെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ കോംപ്രമൈസിൽ ഒന്ന്. ബൂട്ട് സ്പേസ് വളരെ വലുതായിട്ടല്ല. ഡെയിലി ഷോപ്പിങ്ങിന് ചെറിയ ലഗേജിനും ഓക്കെ. പക്ഷേ 4 പേരുടെ ലോങ് ട്രിപ്പ് ലഗേജ് കൊണ്ടുപോകുമ്പോൾ പ്ലാനിങ് വേണം. അതേപോലെ റിയർ സീറ്റ് ഫോൾഡ് ചെയ്താൽ അഡീഷണൽ ക്യാരിയിങ് ഒക്കെ നമുക്ക് കയറ്റാൻ പറ്റും സാധനങ്ങൾ. അതായത് ജിമിനിയുടെ ഇവിടെ ഫിലോസഫി വീണ്ടും നമുക്കിവിടെ കാണാം. മാക്സിമം പ്രാക്ടിക്കാലിറ്റി അല്ല, മാക്സിമം വെർസറ്റൈലിറ്റി ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ ഡിസൈന് നോക്കുമ്പോൾ ക്യാമറ, ഡാഷ്ബോർഡ്, പാന് അതൊക്കെ കയറുമ്പോൾ ആദ്യ ഇംപ്രഷനാണ്. വളരെ സിമ്പിൾ, ഫങ്ഷണലാണ്, റഗ്ഡ് ലുക്കാണ് തരുന്നത്.
ജിംനിയുടെ ഇൻറ്റീരിയർ ലക്ഷറി ഫസ്റ്റ് അല്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിൻ്റെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ഡാഷ്ബോർഡ് ലേഔട്ടും സിമ്പിൾ കൺട്രോൾസും ഫിസിക്കൽ സ്വിച്ചസും പിന്നെ റൗണ്ട് ഇൻസ്ട്രുമെൻ്റ് എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ബ്ലാക്ക് തീം ആണ് മൊത്തവും ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. എല്ലാം ചേർന്ന് ഒരു റഗ്ഡ് ഫീല് ജിംനിക്കകത്ത് തരും. പിന്നെ ഇൻഫോർമെൻറ്റ് സിസ്റ്റം ആയാലും ഇതിലുള്ള ഒരു മോഡേൺ ഫീച്ചേഴ്സാണ് ഇനി. അപ്പോൾ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി അവൈലബിൾ ആണ്. നാവിഗേഷൻ റിലേറ്റഡ് ഫങ്ഷൻസ് നല്ലപോലെ ഉണ്ട്. പിന്നെ മ്യൂസിക്സ്, കോൾ ചെയ്യാനുള്ള ക്യാമറ ഡിസ്പ്ലേ, ഇതെല്ലാം ഡെയിലി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ കൺവീനിയൻ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ഒരു അഡ്വഞ്ചർ വെഹിക്കിളിന് ആണെങ്കിലും മോഡേൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആക്കിയിട്ടില്ല. ഇതിനകത്ത് അതൊക്കെ ഉണ്ട്. ഫിസിക്കൽ കൺട്രോൾ അണ്ടർ റേറ്റഡ് ഫീച്ചറാണ് ഇതിനകത്ത്. ഇവിടെ ഒരു ചെറിയ പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, പല പുതിയ കാറുകളിൽ കൺട്രോൾ ടച്ച് സ്ക്രീനിലേക്ക് മാറുകയാണ്. പക്ഷേ ജിംനിയിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ കൺട്രോൾ ലഭിക്കുന്നത് ഡ്രൈവിംഗ് സമയത്ത് യൂസ്ഫുൾ ആണ്. ക്ലൈമറ്റ് കൺട്രോൾ മാറ്റാൻ സ്ക്രീൻ തുറക്കേണ്ട ആവശ്യം വരില്ല. സിമ്പിൾ കൺട്രോളാണ്, ക്വിക്ക് ഓപ്പറേഷൻ ആണ്, ലെസ് ഡിസ്ട്രാക്ഷൻ ആണ്. ഇത് പ്രാക്ടിക്കൽ ഡിസൈനാണ്. പിന്നെ സ്റ്റിയറിങ്ങും ഡ്രൈവർ പൊസിഷനും നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ ജിംനിയുടെ വിസിബിലിറ്റി വളരെ നല്ലതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഹൈ സീറ്റ് പൊസിഷൻ കാരണം മുന്നിലുള്ള റോഡ് വ്യക്തമായി കാണാം. ബോക്സി ബോഡി ഷേപ്പ് മറ്റൊരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് ഇതിൽ. പിന്നെ വെഹിക്കിളിൻ്റെ കോർണർ എസ്റ്റിമേറ്റ് ചെയ്യാൻ റിലേറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ ഇതൊരു ബിഗിനർ ഡ്രൈവറിനും സിറ്റി ട്രാഫിക്കിലും സഹായിക്കും. പിന്നെ എൻജിൻ നോക്കുമ്പോൾ 1.5 ലിറ്റർ പെട്രോൾ എൻജിനാണ്. ഇനി ഇതിൽ എന്ന് വെച്ചാൽ ഒരു പെർഫോമൻസ് എൻജിൻ അല്ല. അതായത് 0 to 100 സ്പീഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഈ വെഹിക്കിൾ അതിനുള്ളതല്ല ജിംനി. പകരം എൻജിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിയാണ്, അതിൻ്റെ യൂസിബിലിറ്റിയാണ്, ലോ സ്പീഡ് കൺട്രോളാണ്, ഓഫ് റോഡ് ഡ്രൈവബിലിറ്റിയാണ്, ഡെയിലി ഡ്രൈവിംഗ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ മാനുവലും കിട്ടും. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ജിംനിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ജിംനി മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ലഭ്യമാണെങ്കിൽ ഇതിൻ്റെ പല ഇതുമുണ്ട്. അപ്പോൾ ഡ്രൈവറിന് കൂടുതൽ കൺട്രോൾ നൽകുന്നത് മാനുവൽ ലാണ്. എസ്പെഷ്യലി ഓഫ് റോഡ് സിറ്റുവേഷനിൽ ഗിയർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോമാറ്റിക് വെർഷനിൽ നോക്കുമ്പോൾ സിറ്റി ട്രാഫിക്കിലും കൂടുതൽ കൺവീനിയൻ്റ് ആണ്. ഡെയിലി കമ്പ്യൂട്ട് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് അഡ്വഞ്ചർ പ്ലസ് ഇൻവോൾവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മാനുവൽ പോവുക, ട്രാഫിക് പ്ലസ് കൺവീനിയൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിൽ പോവുക. അതിൽ ഓട്ടോമാറ്റിക്കിൽ ശകലം മൈലേജ് കുറവാണ്. പിന്നെ ഇതിൻ്റെ ഓൾ ഗ്രിപ്പ് പ്രോ 4x4 നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞതെല്ലാം മറക്കാം, ഇതുവരെ പറഞ്ഞതെല്ലാം. കാരണം ജിംനിയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഇവിടെയാണ് തുടങ്ങുന്നത്. 4x4 സുസുക്കിയുടെ ഓൾ ഗ്രിപ്പ് പ്രോ 4x4 സിസ്റ്റം. ഇതാണ് ജിംനിയെ സാധാരണ കോമ്പാക്ട് SUVയിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഏറ്റവും വലിയ ഫീച്ചർ. പിന്നെ 2H ഉണ്ട് ഇതിൽ. നോർമൽ ഡ്രൈവിംഗ് മോഡാണത്. എന്ന് വെച്ചാൽ സാധാ കാർ ഓട്ടിക്കുന്ന പോലെ നമുക്ക് ഓട്ടിക്കാം, 4 വീൽ പിടിക്കാതെ. നോർമൽ റോഡ് ഡ്രൈവിംഗ് കണ്ടീഷന് പറ്റിയതാണ്. സിറ്റിക്ക്, ഹൈവേക്ക്, ഡ്രൈ ടാറാമാക്കിന്, പിന്നെ അതേപോലെ ഡെയിലി ഡ്രൈവിംഗ് ഉപയോഗിക്കുക. ഇവിടെയാണ് 2H ഉപയോഗിക്കുന്നത്. അപ്പോൾ 4H പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രാക്ഷൻ കൺട്രോളിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലോ ഗ്രിപ്പ് സർഫേസിൽ കൂടുതൽ ട്രാക്ഷൻ ആവശ്യമായി ആയപ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം അതിൽ. പിന്നെ അതേപോലെ ലൂസ് ഗ്രാവൽ സ്ഥലങ്ങളിൽ, സ്ലിപ്പറി ടെറൈൻ ഉണ്ട്, തെന്നണ സ്ഥലങ്ങൾ, മഡ്, തൊളി, അല്ലെ മണൽ, മഴയിൽ ട്രാക്ഷൻ കുറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെയൊക്കെ ഈ 4H അവിടെ സഹായമാണ് നമുക്ക്. പക്ഷെ 4H ഉപയോഗിക്കുന്നതിൽ വെഹിക്കിൾ മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻ ബുക്ക് നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ ഉള്ള 4L ആണ്. ഇതാണ് ഇതിൻ്റെ ഓഫ് റോഡ് വെപ്പൺ. 4L എന്ന് പറഞ്ഞതാണ് ഈ ഓഫ് റോഡിലെ ഏറ്റവും രസകരമായ ഒരു സംഭവം. ഇതാണ് സീരിയസ് ഓഫ് റോഡ് മോഡാണ്. പിന്നെ ഈ ലോ റേഞ്ച് ഗിയറിംഗ് വെഹിക്കിളിന് ലോ സ്പീഡ് കൺട്രോളേയും വീൽ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നൽകുന്നു. അപ്പോൾ സ്റ്റീപ്പ് ക്ലൈംസ്, സ്റ്റീപ്പ് ഡിസെൻഡ്, ഡീപ്പ് മഡ്, പിന്നെ റോക്സ്, കല്ലുകട്ടകൾ, ചെളികൾ, ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനിൽ ഇവിടെയാണ് 4Lയുടെ യഥാർത്ഥ യൂസ്ഫുൾനെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോർമൽ SUVയിലേക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടെറൈനിൽ ജിംനിയുടെ 4L സിസ്റ്റം വെഹിക്കിളിനെ വളരെ കൺട്രോൾഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വണ്ടി സഹായിക്കും. പിന്നെ ഓഫ് റോഡ് ജോമെട്രി ഇതിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ഓഫ് റോഡ് ജോമെട്രിയിൽ കേപ്പബിലിറ്റി നോക്കുമ്പോൾ 4x4 സിസ്റ്റം കൊണ്ട് മാത്രം വരുന്നതല്ല, ജോമെട്രി വളരെ പ്രധാനമാണ് ഈ വണ്ടിയിൽ. എന്നുവെച്ചാൽ അപ്രോച്ച് ആംഗിൾ, മുന്നിൽ നിന്ന് സ്റ്റീപ്പ് ഒബ്സ്റ്റക്കിൾ കയറുമ്പോൾ വെഹിക്കിൾ എത്ര എളുപ്പത്തിൽ ക്ലൈംബ് ചെയ്ത് എന്നതിന് ഇത് ബാധിക്കുന്നു. പിന്നെ ബ്രേക്ക് ഓവർ ആംഗിൾ, വെഹിക്കിളിൻ്റെ മിഡിൽ പോർഷൻ ഓബ്സ്റ്റക്കിളിൽ തടയാതെ കടക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റേജാണ്. ഡിപ്പാർച്ചർ ആംഗിൾ ഇറങ്ങാൻ നേരത്ത് സ്റ്റീപ്പ് ടെറൈൻ ഇറങ്ങുമ്പോൾ റിയർ ബമ്പർ ഗ്രൗണ്ടിൽ തട്ടാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരു സംഭവമാണിത്. ഇത് എല്ലാം കൂട്ടി ജിംനി ഒരു കേപ്പബിൾ ഓഫ് റോഡറാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ജിംനിനെ എടുത്ത് മാറ്റുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഫീച്ചറാണ് ഇതിൻ്റെ ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷൻ. ബോഡി ഓൺ ഫ്രെയിം ആർക്കിടെക്ചർ എന്നത് ട്രഡീഷണൽ 4x4 വെഹിക്കിളിൽ വളരെ കോമൺ ആയ ഒരു കൺസ്ട്രക്ഷൻ ഫിലോസഫി. റക്ട് ടെറൈനിൽ വെഹിക്കിൾ ഡ്യൂറബിലിറ്റിയും സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സും പരിഗണിക്കുമ്പോൾ ഇത് പ്രധാനമാണ്. ഇത് തന്നെയാണ് ജിംനിയുടെ ക്യാരക്ടറിനെ ഒരു നോർമൽ അർബൻ ക്രോസ് ഓവറിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ സസ്പെൻഷനാണ് ഇതിൻ്റെ ഏറ്റവും നൈസായിട്ടുള്ളൊരു സാധനം. ഓഫ് റോഡ് സസ്പെൻഷൻ വളരെ പ്രധാനമാണ് ഇതിൻ്റെ. അൺഈവൻ ടെറൈനിൽ ഒരു വീല് ഗ്രൗണ്ട് കോണ്ടാക്ട് നിലനിർത്താൻ വീൽ ആർട്ടിക്കുലേഷൻ സഹായിക്കുന്നു. ജിംനിയുടെ സസ്പെൻഷൻ സെറ്റപ്പ് റോഡ് കംഫർട്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇടയിൽ ഒരു ബാലൻസ് നൽകുന്ന ട്യൂൺ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പോർട്ടോൾസ് മാത്രമല്ല, അൺഈവൻ ടെറൈനിലും വെഹിക്കിൾ കൂടുതൽ കൺട്രോളായിട്ട് മുന്നോട്ട് ഇത് കൊണ്ടുപോകും. സേഫ്റ്റി ഫീച്ചേഴ്സിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ 4x4 വെഹിക്കിൾ ആണെന്ന് പറഞ്ഞ് സേഫ്റ്റി ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ജിംനിയിൽ എയർ ബാഗ്സ് ഉണ്ട്, 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. ABS വിത്ത് EVD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി റിലേറ്റഡ് സിസ്റ്റം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് റിലേറ്റഡ് അസിസ്റ്റൻസ് ഉണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ സേഫ്റ്റി കൺവീനിയൻസ് ഫീച്ചർ വേരിയൻ്റ് അനുസരിച്ച് ലഭ്യമാണ്. പക്ഷേ വെഹിക്കിൾ വാങ്ങുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് മോഡലിൻ്റെ എക്സാക്ട് വേരിയൻ്റ് വൈസ് ഇക്വിപ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുക അതിന് മുമ്പ് മേടിക്കണം. പിന്നെ ഈ ജിംനി കേരളത്തിലേക്ക് പെർഫെക്റ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ വിചാരിച്ച ഇത് പെർഫെക്റ്റ് ആണ് ഈ കേരളത്തിൻ്റെ എൻവയറമെൻറ്റ്. കാരണം കേരളത്തിൽ മഴ, സ്ലിപ്പറി റോഡ്, നാരോ വില്ലേജ് റോഡ്സ്, ഹിൽ റോഡ്സ്, മഡ്, ചെളികൾ ഒരുപാടുള്ള സ്ഥലങ്ങൾ റോഡ്സ് ഉണ്ട്, ഓഫ് റോഡ് ട്രെയിൽസ്. ഇതൊക്കെ ജിംനിയുടെ ക്യാരക്ടർ പരീക്ഷിക്കാൻ നല്ല ഒരു സാഹചര്യങ്ങളാണ് കേരളത്തിന്. പക്ഷേ പബ്ലിക് ഓഫ് റോഡിൽ റിസ്ക് ഓഫ് റോഡിങ് പരീക്ഷണങ്ങൾ ചെയ്യരുത്. അതൊരു നല്ല ഒരു പ്രൈവറ്റ് റോഡിൽ കൺട്രോൾ ടെറൈനിൽ വേണം ചെയ്യാൻ. ഇനി നമ്മൾ ഈ സിറ്റി ലൈഫിന് ഇത് ഓക്കെയാണോ? സിറ്റി കാറിന് അത് ഓക്കെയാണ്. കാരണം ഇതിൻ്റെ കോമ്പാക്ട് സൈസാണ്. കാരണം ട്രാഫിക്കിൽ വളരെ ഈസിയാണ്, പാർക്കിംഗ് ഈസിയാണ്, വിസിബിലിറ്റി ഗുഡാണ്, സ്റ്റിയറിംഗ് റെസ്പോൺസ് വളരെ മാനേജബിൾ ആണ്. പിന്നെ ഹൈ സീറ്റിംഗ് പൊസിഷൻ തരുന്നുണ്ട്, ഒരു ഗുഡ് ആയിട്ട് റോഡിൻ്റെ വ്യൂ കിട്ടും. അതുകൊണ്ട് സിറ്റി യൂസിൽ ജിംനി ഒരു സർപ്രൈസിംഗ്ലി പ്രാക്ടിക്കൽ വെഹിക്കിളാണ്. പിന്നെ ഹൈവേയിലേക്ക് ഇത് കയറപ്പോഴത്തേക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ലിമിറ്റേഷൻ മനസ്സിലാക്കണം നമ്മൾ. ഇതിൻ്റെ പവർഫുൾ ഹൈവേ ക്രൂസർ അല്ല. ഹൈ സ്പീഡ് ആക്സലറേഷൻ ആവശ്യപ്പെടുമ്പോൾ ഇഞ്ചിന് വർക്ക് ലോഡ് ഉണ്ടാകും. ഹൈവേ ഓവർടേക്കിംഗ് പ്രോപ്പർ പ്ലാനിങ് വേണം. കൂടാതെ ബോക്സി ബോഡി കാരണം ഹൈ സ്പീഡ് വിൻഡ് നോയ്സ്, ക്രോസ് വിൻഡ് സെൻസിറ്റിവിറ്റി തുടങ്ങിയവ വലിയ SUV-നേക്കാളും ശ്രദ്ധിക്കുമെന്നതാണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ജിംനി ഈസ് കേപ്പബിൾ ഓൺ ദ ഹൈവേ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ടു ഡോമിനേറ്റ് ദ ഹൈവേ. അത് മനസ്സിലാക്കി വേണം എടുക്കാം. പിന്നെ ഫ്യൂവൽ എക്കോണമി എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് കണ്ടീഷന് അനുസരിച്ച് മാറും. ഇപ്പം ട്രാഫിക്, ഡ്രൈവിംഗ് സ്റ്റൈല്, AC യൂസേജ്, ടയർ പ്രഷർ, റോഡ് കണ്ടീഷൻ, 4x4 യൂസേജ് എല്ലാം മൈലേജിനെ ബാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ബ്രൗസർ ഫിഗർ മാത്രം നോക്കാതെ റിയൽ വേൾഡ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം മൈലേജ് ഇതിനെ മാറും. മെയിൻ്റനൻസ് ആൻഡ് ഓണർഷിപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് മാരുതി സുസുക്കിയുടെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇന്ത്യയിൽ സർവീസ് നെറ്റ്വർക്ക് വളരെ വ്യാപകമാണ് വരുന്നത്. റൂട്ടീൻ മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് അവൈലബിലിറ്റി, അതുപോലെ സർവീസ് ആക്സസിബിലിറ്റി, ഇവ ജിംനി ഓണർഷിപ്പ് എക്സ്പീരിയൻസ് കൂടുതൽ കൺവീനിയൻ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരു നീഷ് 4x4 ആയിരുന്നെങ്കിൽ സർവീസ് സപ്പോർട്ട് ഒരു കൺസേൺ ആകുമായിരുന്നു. പക്ഷേ ജിംനിയുടെ കേസിൽ ഈ കൺസേൺ കുറവാണ്.
പിന്നെ എന്തുകൊണ്ട് ജിമിനി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അത് ഒരു സ്പെസിഫിക്കേഷൻ മാത്രം നോക്കിയല്ല ഇതിന് ഇഷ്ടപ്പെടുന്നത്. ഇതിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ അഡ്വഞ്ചർ ഓർമ്മ വരും. വീക്കെൻഡ് ട്രിപ്സിനോ അല്ലെങ്കിൽ മൗണ്ടൻ റോഡ് പറ്റിയത്. ഇപ്പം നിങ്ങൾ കണ്ട ലഡാക്കിലൊക്കെ ഒരുപാട് ജിമിനീസ് ഓടുന്നുണ്ട്. ക്യാമ്പയിനിങ്ങിന് കൊള്ളാം, ക്യാമ്പിങ്ങിന് അല്ലെങ്കിൽ ഓഫ് റോഡ് ട്രയൽ, ഫോറസ്റ്റ് റോഡിന് കൊണ്ടുപോകാം. ഇതൊക്കെ ജിമിനിയുടെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഏരിയാസാണ്. അതുകൊണ്ടാണ് ജിമിനി ഒരു കാറ് എന്നതിനുപരി ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റായി മാറുന്നത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. 10 എണ്ണം ഇതിനെ മാറ്റി നിർത്തുന്നത്. ഒന്ന്, ഇതിൻ്റെ കോമ്പാക്ട് ഡൈമെൻഷൻസ് ആണ്. പിന്നെ 9ാമത്തെ പോയിന്റ് ബോക്സി ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. 5 ഡോർ പ്രാക്ടിക്കാലിറ്റി ഇതിൽ വരുന്നുണ്ട്. ഹൈ സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ചോയ്സ് വരുന്നുണ്ട്, രണ്ടും വരും. ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷനിലാണ് ബോഡി ഇരിക്കുന്നത്. സ്ട്രോങ് ഓഫ് റോഡ് ജോമെട്രി ഇതിനുണ്ട്. പിന്നെ ഓൾ ഗ്രിപ്പ് പ്രോ 4x4 ആണ് നാച്ചുറലി. പിന്നെ ഈ ഒരു ജെന്യുവിൻ കോമ്പാക്ട് 4x4 ക്യാരക്ടർ ദാറ്റ് ഫ്യൂ വെഹിക്കിൾസ് ഓഫർ. പിന്നെ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ആരാണ് ജിമിനി മേടിക്കാൻ പാടില്ലാത്തത്? ഇപ്പം നിങ്ങൾ ലാർജ് ബൂട്ട് സ്പേസ് നോക്കുന്നുണ്ട്, മാക്സിമം റിയർ സീറ്റിൻ്റെ കംഫർട്ട് നോക്കുന്നവരാണ്, ഹൈവേ ക്രൂസിങ് ഇഷ്ടപ്പെടുന്നവരാണ്, ലക്ഷറി ഇൻറ്റീരിയർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സ്ട്രോങ് സ്ട്രെയിറ്റ് ലൈൻ പെർഫോമൻസ് വേണം. ഇവയാണെങ്കിൽ ജിമിനി നിങ്ങൾക്കത് പെർഫെക്റ്റ് ചോയ്സ് അല്ല. നിങ്ങളത് എടുക്കരുത്. കാരണം ജിമിനിയുടെ ഫിലോസഫിയെ വേറെയാണ്. ഇനി ജിമിനി ആർക്കാണ് ഇത് ശരിയാവുന്നത്? കോമ്പാക്ട് SUV വേണം, യുണീക്ക് ഡിസൈൻ വേണം, പ്രോപ്പർ 4x4 വേണം, വീക്കെൻഡ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ, ഓഫ് റോഡിങ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ, സിറ്റിയിൽ ഈസി ടു ഡ്രൈവ് വെഹിക്കിളും വേണം, ഫാമിലി യൂസിനും അഡ്വഞ്ചറിനും ഒരേ വെഹിക്കിൾ വേണം. അങ്ങനെ ആണെങ്കിൽ ജിമിനി ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട വെഹിക്കിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് നമ്മൾ പറയപ്പോഴത്തേക്ക്, അപ്പോൾ ജിമിനി എന്താണ്? ഇതൊരു ബിഗ് SUV അല്ല, ഇതൊരു ലക്ഷറി SUVയും അല്ല, ഇത് ഒരു പെർഫോമൻസ് SUVയും അല്ല. പക്ഷേ ഇത് ഒരു ട്രൂ കോമ്പാക്ട് 4x4 വെഹിക്കിൾ ആണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ സ്ട്രെങ്ത് ഇതിൻ്റെ സൈസിലല്ല ഇരിക്കുന്നത്, ഇതിൻ്റെ കേപ്പബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രെങ്ത് സ്പീഡിലും അല്ല ഇരിക്കുന്നത്, ഇതിൻ്റെ കൺട്രോൾ ഡ്രൈവിങ്ങിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രെങ്ത് ലക്ഷറി അല്ല, ഇത് ഒരു ക്യാരക്ടർ വെഹിക്കിളാണ്. ഒരു വലിയ SUVയുടെ എല്ലാ സൗകര്യങ്ങളും ജിമിനി നൽകിയിട്ടില്ല. പക്ഷേ ഒരു ചെറിയ വാഹനത്തിൽ ജെന്യുവിൻ ഓഫ് റോഡ് കേപ്പബിലിറ്റി വേണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ജിമിനി വളരെ യുണീക്ക് പ്രൊപ്പോസിഷനാണ്. അതിനാൽ ജിമിനി വാങ്ങണോ? നിങ്ങളുടെ ആവശ്യം ആണ് ആൻസർ തീരുമാനിക്കുന്നത്. ഫാമിലി പ്രാക്ടിക്കാലിറ്റിയാണ് ഫസ്റ്റ് നോക്കണമെങ്കിൽ തിങ്ക് ട്വൈസ്, 2 തവണ ചിന്തിക്കുക. ഹൈ പെർഫോമൻസ് ആണ് നിങ്ങൾ ആദ്യം ചിന്തിക്കണമെങ്കിൽ ലുക്ക് എൽസ്വെയർ, വേറെ വണ്ടി നോക്കുക. അഡ്വഞ്ചർ പ്ലസ് 4x4 പ്ലസ് യുണീക്ക് ക്യാരക്ടർ, ജിമിനി ഡിസർവ് യുവർ അറ്റൻഷൻ. അതാണ് ജിമിനിയുടെ യഥാർത്ഥ കഥ. സ്മോൾ SUV, ബിഗ് ക്യാരക്ടർ, റിയൽ 4x4, ഇതാണ് ജിമിനി. അപ്പോൾ ഇതിൻ്റെ നിങ്ങളിനി റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യുക. ജിമിനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ജിമിനി വാങ്ങുമോ അതോ മറ്റൊരു SUV തിരഞ്ഞെടുക്കുമോ, അത് എന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ട് ഞാൻ വരാം. അൺടിൽ ദെൻ ഡ്രൈവ് സേഫ്, എക്സ്പ്ലോർ മോർ. അതിന് ആണ് നമ്മളത്. അപ്പോൾ കുറച്ച് ലാസ്റ്റിൽ കുറച്ച് ഞാൻ ഷോർട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എടുത്ത കുറേ ക്ലിപ്സാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അത് കാണുക, അതേപോലെ എൻജോയ് ചെയ്യുക.